വടകരയിൽ കാറിടിച്ച് 9 വയസ്സുകാരി കോമയിലാവുകയും മുത്തശ്ശി മരിക്കുകയും ചെയ്ത സംഭവത്തിൽ വിദേശത്തുള്ള പ്രതി ഷെജീലിനെ നാട്ടിലെത്തിക്കാൻ ബ്ലൂ കോർണർ നോട്ടീസ് പുറപ്പെടുവിക്കും. കേസിൽ ഷെജീലിന്റെ ഭാര്യയെയും പ്രതി ചേർക്കാനാണ് ക്രൈംബ്രാഞ്ചിന്റെ നീക്കം. അതേസമയം നാട്ടിലുള്ള അഭിഭാഷകനുമായി കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഷെജീൽ സംസാരിച്ചെന്നാണ് പുറത്തുവരുന്ന വിവരം. ഷെജീൽ സ്വമേധയാ നാട്ടിലെത്തിയില്ലെങ്കിൽ അത് അന്വേഷണ സംഘത്തിന് വെല്ലുവിളിയാകും. വാഹനാപകടത്തിന് ശേഷം ദുബായിലേക്ക് കടന്ന പ്രതി പുറമേരി സ്വദേശി ഷെജീലിനെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമം ഊർജിതമാക്കിയ അന്വേഷണ സംഘം. പ്രതി സ്വമേധയാ നാട്ടിലെത്തിയില്ലെങ്കിൽ ബ്ലൂ കോർണർ നോട്ടീസ് പുറപ്പെടുവിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ അടുത്ത നീക്കം. ബ്ലൂ കോർണർ നോട്ടീസ് പുറപ്പെടുവിക്കുന്നതോടെ പ്രതിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിക്കും. പ്രതിയെ നാട്ടിലെത്തിച്ചതിന് ശേഷമായിരിക്കും ചോദ്യം ചെയ്യൽ ഉൾപ്പെടെ നടത്തുക. നിലവിൽ ദുബായിലുള്ള പ്രതിയുമായി നേരിട്ട് സംസാരിക്കാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഷെജീൽ ജോലി ചെയ്യുന്ന സ്ഥാപനവുമായി സംസാരിച്ച് കാര്യങ്ങൾ ധരിപ്പിക്കാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ഫെബ്രുവരി 17 രാത്രിയാണ് ചേറോട് മേൽപ്പാലത്തിന് സമീപം അപകടമുണ്ടായത്. അമ്മയ്ക്കും മുത്തശ്ശിക്കുമൊപ്പം റോഡ് മുറിച്ചു കടക്കുകയായിരുന്ന ദൃഷാനിയെയും മുത്തശ്ശി ബേബിയെയും ഷെജീലും കുടുംബവും സഞ്ചരിച്ച കാർ വന്നിടിക്കുകയായിരുന്നു. അപകടത്തിൽ മുത്തശ്ശി തൽക്ഷണം മരിക്കുകയും ദൃഷാന കോമയിലാവുകയും ചെയ്തു. അമ്മയും മോളും മുന്നിൽ കടന്നത്, ഞാൻ ഇളയ മോളും വെഹിക്കിലാണ്. അമ്മയും മുന്നിലേക്ക് കടന്ന് റോഡിൻ്റെ നടുവിലെത്തിയിട്ടുള്ള അത്രയും അങ്ങനെ ഒരു മിന്നൽ പോലെ കാറ് വന്നു പോലും തെറിപ്പിക്കലെല്ലാം കഴിഞ്ഞു. എൻ്റെ കരച്ചിൽ കേട്ടിട്ടാണ് ആൾക്കാരെല്ലാം ഓടിക്കൂടി വന്നത്. മോള് നടു റോഡുമ്പിൽ അമ്മ തെറിച്ചിട്ട് ഇപ്പുറത്തേക്ക് വീണത്. രണ്ട് ആൾക്കാർ വന്ന് ഓട്ടോറിക്ഷയിലാണ് കൊണ്ടുപോയത്. പിന്നെ കാറ് പിന്നെ നിർത്തിയിട്ടൊന്നുമില്ലല്ലോ, അത്രയും പോയിന്. കാറിൻ്റെ വെള്ളക്കാറൊന്നും മാത്രമേ എനിക്ക് ഓർമ്മ കണ്ടിട്ടുള്ളൂ. നമ്പർ അങ്ങനത്തൊന്നും നോക്കേണ്ട സിറ്റുവേഷനിലല്ലല്ലോ ഉള്ളത്. അപകടം നടന്നതിനു ശേഷം കാർ മോഡിഫിക്കേഷൻ നടത്തി തെളിവുകൾ നശിപ്പിച്ചതിനു ശേഷമാണ് ഷെജിൻ വിദേശത്തേക്ക് കടന്നത്. ഷെജിൻ സ്വമേധയാ നാട്ടിലെത്തിയില്ലെങ്കിൽ അത് അന്വേഷണ സംഘത്തിന് വലിയ വെല്ലുവിളിയാകും. ജനം, കോഴിക്കോട്.